എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന കാര്യം നമ്മുടെ ചൂട് കൂടി വരികയാണ്. അപ്പം ചൂട് കൂടുമ്പോൾ വാഹനങ്ങൾ തീ പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുന്നു എന്നുള്ള മുന്നറിയിപ്പാണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ നൽകുന്നത്. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മൾ എന്തൊക്കെയാണ് ഇതിന് കാരണങ്ങൾ, എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് നോക്കാം. തീർച്ചയായും ചൂട് കൂടുന്ന ഒരു കാലാവസ്ഥ വരുമ്പോൾ നമ്മൾ വാഹനം ഓടിക്കുമ്പോഴും വാഹനം ഉപയോഗിക്കുമ്പോഴും വാഹനം പാർക്ക് ചെയ്യുമ്പോഴും ഒക്കെ നമ്മൾ വളരെയധികം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് വാഹനങ്ങളിൽ എന്തെങ്കിലും ലീക്ക്, ഫ്യൂവൽ അതുപോലുള്ള ഗ്യാസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ലീക്ക് ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ഓയിലുകൾ അതുപോലെ എന്തെങ്കിലും ലീക്ക് ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. വാഹനം കൃത്യമായി സർവീസ് ചെയ്ത് ഉപയോഗിക്കുക. സർവീസ് സെന്ററിൽ നിന്ന് അങ്ങനെയുള്ള ലീക്കുകൾ ഉണ്ടെങ്കിൽ ഇമീഡിയറ്റ് ആയിട്ട് റിപ്പയർ ചെയ്തതിനു ശേഷം മാത്രം വാഹനം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള ലീക്ക് ഉണ്ടാകുന്ന ദ്രാവകങ്ങളോ വാതകങ്ങളോ ഫയറിന് സാധ്യത വളരെ കൂടുതലാണ്. അതോടൊപ്പം തന്നെ നമ്മൾ രണ്ടാമത്തെ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, പലരും വാഹനങ്ങളുടെ അകത്ത് തീപ്പെട്ടി, ലൈറ്ററുകൾ അതുപോലുള്ള സാധനങ്ങൾ, പിന്നെ ചില ആൾക്കാർ കുപ്പിയിൽ പെട്രോൾ, മണ്ണെണ്ണ ഇങ്ങനെയുള്ള സാധനങ്ങൾ വാഹനത്തിന് അകത്ത് വെച്ച് കണ്ടിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഒരു ഫ്ലാമബിൾ ആയിട്ടുള്ള ഐറ്റംസ് വാഹനത്തിന് അകത്ത് വെക്കാതിരിക്കുക ഒരിക്കലും സേഫ് അല്ലാത്തൊരു കാര്യമാണ്. അതോടൊപ്പം തന്നെ സർക്യൂട്ടറികളിൽ നിന്നുണ്ടാവുന്ന തീപിടുത്തം അത് ചൂട് കാലത്ത് കൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സർക്യൂട്ടറികൾ എന്തെങ്കിലും ആക്സസറി ഫിറ്റ്മെന്റ് എന്ന് വെച്ചാൽ മാനുഫാക്ചേഴ്സ് തരാത്ത എന്തെങ്കിലും രീതിയിലുള്ള ആക്സസറി ഫിറ്റ്മെന്റ് കസ്റ്റമറിന്റെ സൈഡിൽ നിന്ന്, അതായത് നമ്മുടെ സൈഡിൽ നിന്ന് ചെയ്യുകയാണെങ്കിൽ അതിന്റെ വയറിംഗ് സിസ്റ്റം കൃത്യമാണെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം വാഹനം ഓടിക്കുക. പിന്നെ അടുത്തത് പാർക്കിംഗ് സ്ഥലങ്ങളിൽ പാർക്ക് ചെയ്യുമ്പോൾ വാഹനം അധികം ചൂടുള്ള സ്ഥലങ്ങളിൽ പാർക്ക് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ കരിയില അതുപോലുള്ള പേപ്പറുകൾ അതുപോലെ കത്താൻ സാധ്യതയുള്ള സാധനങ്ങളുടെ ഒന്നും മുകളിൽ കൊണ്ടുപോയി വാഹനം പാർക്ക് ചെയ്യാതിരിക്കുക. അതോടൊപ്പം തന്നെ വാഹനത്തിന്റെ എഞ്ചിൻ കമ്പാർട്ട്മെന്റ് വളരെ വൃത്തിയാക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അവിടെയുള്ള എന്തെങ്കിലും രീതിയിലുള്ള ചില ഉണങ്ങിയ ഇലകളോ പേപ്പറുകളോ അതുപോലെ തുണിയോ ഒക്കെ വെച്ച് കണ്ടിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തീ പിടിക്കാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. വാഹനം മെയിൻറ്റെയിൻ ചെയ്ത് മാത്രം ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പെട്രോൾ ടാങ്കിലെ ലീക്കും അതുപോലെ പെട്രോൾ അടിക്കുമ്പോഴുള്ള എന്തെങ്കിലും രീതിയിലുള്ള ലീക്കോ ഒക്കെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പെട്രോൾ അടിക്കുമ്പോൾ പെട്രോൾ ടാങ്കുകളിൽ ദയവ് ചെയ്ത് വാഹനം ഓഫ് ചെയ്ത് ഉപയോഗിക്കുക. ഇപ്പോൾ പല ആൾക്കാരും ഇങ്ങനെ ഉപയോഗിക്കുന്ന കണ്ടിട്ട് പെട്രോൾ അടിക്കുന്നതായിരുന്നു വാഹനം സ്റ്റാർട്ട് ചെയ്തിരുന്നത്. വാഹനം സ്റ്റാർട്ട് ചെയ്ത് ഇടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ആ വാഹനങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള ലീക്കോ മറ്റോ ഉണ്ടായാൽ വലിയൊരു സ്ഫോടനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, വലിയൊരു തീപിടുത്തം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മറ്റു വാഹനങ്ങളും ആ പെട്രോൾ പമ്പിൽ മറ്റ് കാര്യങ്ങളൊക്കെ തീപിടുത്തത്തിൽ ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് മാത്രം നമ്മൾ എപ്പോഴും പെട്രോൾ അടിക്കാൻ കയറി കഴിഞ്ഞാൽ, ഡീസൽ അടിക്കാൻ കയറി കഴിഞ്ഞാൽ, ഗ്യാസ് ഫില്ല് ചെയ്യാൻ കയറി കഴിഞ്ഞാൽ നമ്മൾ വാഹനം ഓഫ് ചെയ്യുക. അത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഈ ചൂടുകാലത്ത് ശ്രദ്ധിച്ചാൽ ഒരുപാട് അപകടങ്ങൾ ഒഴിവാക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. നന്ദി, നമസ്കാരം.